യാമി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി. തന്നെ ഇഷ്ടമല്ല എന്ന് എത്രയും വ്യക്തമായി അവൻ പറഞ്ഞിട്ടും ഇനിയും താൻ എങ്ങനെയാണ് ഭാര്യയെന്ന് പറഞ്ഞവൻ്റെ റൂമിലേക്ക് പോകുന്നത്? എന്തോ യാമിക്ക് അതൊരു അപമാനമായി തോന്നി. മോളെ, പെട്ടെന്നാണ് സുഭദ്രാമ്മ അവളെ വിളിച്ചത്. യാമി ഒരു പരിങ്ങലോടെ അവരെ നോക്കി. അവൻ പറഞ്ഞതൊന്നും കാര്യക്കണ്ട, അച്ഛനോടുള്ള വാശിക്ക് ഓരോന്ന് പറയുന്നത് അവൻ. മോൾ അങ്ങോട്ട് ചെല്ല്. യാമിയെ നോക്കി ചെറിയൊരു വിഷമത്തോടെ സുഭദ്രാമ്മ പറഞ്ഞതും യാമി അവരെ നോക്കി വല്ലായ്മയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് മെല്ലെ റൂമിലേക്ക് കയറി. റൂമിലേക്ക് വരുന്നവളെ നോക്കി എന്നോണം ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ശിവ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. യാമി മെല്ലെ അവനെ ഒന്ന് നോക്കി. തന്നെ നോക്കി ഓരോ പുകയും മാഞ്ഞു വലിക്കുകയല്ലാതെ ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണെ അവളൊരു പരിങ്ങലോടെ കബോർഡിനടുത്തേക്ക് നടന്നു. അലസമായി സോഫയിൽ ചാഞ്ഞിരിക്കുന്നവൻ അവൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ണെടുക്കാതെ നോക്കുകയാണ്. കബോർഡിന് മുന്നിൽ എത്തിയതും ഇപ്പോഴും അവൻ തന്നെ നോക്കുകയാണോ എന്നറിയാൻ യാമി മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നാൽ ശിവയുടെ നോട്ടം അവളിൽ തന്നെയാണെന്ന് കാണെ പെട്ടെന്ന് കബോർഡിന് നേർക്ക് തന്നെ തിരിഞ്ഞ് അതിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്തു. ശിവയുടെ കണ്ണുകൾ അത് അവളിൽ തന്നെയാണ്. കണ്ണെടുക്കാതെ യാതൊരു പതർച്ചയോ പിടപ്പോ ഇല്ലാതെയുള്ള ആ നോട്ടം അതൊരു വല്ലാത്ത നോട്ടം തന്നെയാണ്. യാമി പിന്നെ അവനെ നോക്കിയതേയില്ല. കയ്യിലെ ബെഡ്ഷീറ്റ് മടക്ക് നിവർത്താൻ എന്നോണം അവൾ അതൊന്ന് കുടഞ്ഞുകൊണ്ട് നിവർത്തിയതും അവളത് നിലത്തെ വിരിച്ചു കിടക്കാൻ പോവുകയാണെന്ന് തോന്നി അവന്. കണ്ണുകളൊന്ന് ചുരുക്കി അവളുടെ അടുത്ത നീക്കം ശ്രദ്ധിച്ചു കൊണ്ടവൻ കയ്യിലെ സിഗരറ്റ് അടുത്തുള്ള ഹാഷ്ട്രയിലേക്ക് കുത്തി ഞെരിച്ചു. നിലത്ത് കിടക്കുകയാണോ അതോ ബെഡിൽ കിടക്കണോ എന്ന ആലോചനയിലാണ് യാമി. എങ്ങാനും ബെഡിൽ കിടന്ന ഈ വെട്ടുപോത്തിൻ്റെ ഒരു ചവിട്ട് മതി നടു തളർന്ന് കിടപ്പിലാവാനെന്നോർക്കെ ബെഡിൽ കിടക്കേണ്ട, നിലത്ത് കിടക്കാമെന്നവൾ ഉറപ്പിച്ചുകൊണ്ട് ബെഡ്ഷീറ്റ് ശക്തമായൊന്ന് കുടഞ്ഞു. ബെഡിൽ കയറി കിടക്കടി, അലസമായി എന്നൊരു നിർദ്ദേശം പോലെ പറയുന്നവൻ്റെ സ്വരം പെട്ടെന്ന് കേട്ടതും യാമി അവനെ കുഞ്ഞൊരു അതിശയത്തോടെ നോക്കി. ചെവി കേൾക്കില്ല നിനക്ക്? ബെഡിലേക്ക് കിടക്കാൻ. ബെഡ്ഷീറ്റ് നിവർത്തി പിടിച്ച് തന്നെ നോക്കുന്നവളെ കാണെ അവൻ രൂക്ഷമായി പറഞ്ഞു. ആ അത് നീ പറഞ്ഞിട്ട് വേണ്ട. അല്ലെങ്കിലും ഞാൻ ബെഡിലേക്ക് കിടക്കോ? എനിക്ക് വയ്യ നിലത്ത് കിടന്ന് നടു ഓടിക്കാൻ. അവൻ പറഞ്ഞതെല്ലാം ഇങ്ങനെ അനുസരിക്കേണ്ടി വരുന്നതിലുള്ള ഒരു അരിശത്തിൽ യാമി അവനെ നോക്കി ചൊടിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്ന് കയ്യിലുള്ള ബെഡ്ഷീറ്റ് കൊണ്ട് ദേഹം പുതച്ചു. അല്ലെങ്കിലും സാധാരണ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ച എന്നെ പറഞ്ഞാൽ മതി. അവളുടെ ചൊടി കാണെ അവൻ അവളെ മൂർച്ചയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും യാമി അവനെ നോക്കി ശരിക്കൊന്ന് കണ്ണുരുട്ടി. എന്തോ മറുപടി പറയാൻ വന്നതും പെട്ടെന്നാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത്. എന്താടാ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? യാമി ഉറ്റുനോക്കി വീണ്ടും സോഫയിലേക്ക് ചാഞ്ഞിരുന്നവൻ കെറുവോടെ ചോദിച്ചു. നീ വീട്ടിലെത്തിയോ? സച്ചി ചോദിച്ചു. എത്തിയെന്നുള്ള വിവരം നിനക്ക് അവിടെ കിട്ടിയില്ലേ? പിന്നെ പ്രത്യേകം ചോദിക്കണോ? കഴുത്തറ്റം പുതപ്പിട്ട് തൻ്റെ ബെഡിൽ കിടന്ന് തന്നെ നോക്കി പേടിപ്പിക്കുന്നവളെ ഉറ്റു നോക്കിക്കൊണ്ടവൻ അലസമായി ചോദിച്ചു. എടാ യാമി, അവൾ പാവാടാ. നിന്റെ അച്ഛൻ്റെ ഇടയിലുള്ള പ്രശ്നമൊന്നും അവൾക്കറിയില്ല. നീ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറിയ പാവാടാ. നീ ഇത്തിരി ദയ അവളോട് കാണിക്ക്. കുറച്ചു മുൻപ് നടന്നതൊക്കെ കുഞ്ഞോൾ പറഞ്ഞറിഞ്ഞവൻ തെല്ലൊരു ഗൗരവത്തോടെ അവനോട് പറഞ്ഞു. അതെ, പാവാണ്. ആ പാവം ഇപ്പോൾ എൻ്റെ ബെഡിൽ പുതപ്പും പുതച്ച് സുഖിച്ച് കിടക്കുന്നുണ്ട്. യാമിയിൽ നിന്ന് കണ്ണെടുക്കാതെ ശിവ പറഞ്ഞതും യാമി അവനെ ഉറ്റുനോക്കി. വിളിക്കുന്നത് സച്ചു ആണെന്ന് അവൻ്റെ ആദ്യത്തെ ഡയലോഗിൽ തന്നെ അവൾക്ക് മനസ്സിലായതാണ്. നീ അവളെ ഉപദ്രവിക്കരുത്, സച്ചു പറഞ്ഞു. ഏയ്, ഉപദ്രവിക്കാനോ? ഞാനോ? നീ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെയാണോ സച്ചു കരുതിയേ? ഇവളെൻ്റെ ആരാ? ഭാര്യ. സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കാൻ മാത്രം നീചനൊന്നും അല്ല ഞാൻ. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ഇത്രയും നല്ലൊരു ഭാര്യയെ. ശിവ യാമിയെ നോക്കി കിടന്നുകൊണ്ട് കാല് വിറപ്പിച്ചൊരു താളത്തിൽ പറയെ യാമിയുടെ നോട്ടവും ഭാവവും മാറി. ഏതായാലും 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് കിട്ടൂ, അതും ഒരുമിച്ച് ജീവിച്ച. അപ്പോൾ പിന്നെ ആ 6 മാസം ഞാൻ ശരിക്കങ്ങ് ജീവിക്കും. അടിമുടി യാമിയെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും യാമി വല്ലാത്തൊരു ഭാവത്തോടെ അവനെ നോക്കി. തൻ്റെ ദേഹത്തെ പുതപ്പ് ഒന്നുകൂടെ നേരെയിട്ട് തൻ്റെ ദേഹമൊക്കെ ശരിക്കും മറഞ്ഞിട്ടില്ല എന്ന് നോക്കി. ശിവയുടെ നോട്ടം തീരെ ശരിയല്ല. യാമി അവനെ ചൊടിയോടെ നോക്കി. പറ്റിയ 6 മാസം കൊണ്ട് ഇവർക്ക് 10 മാസം ചുമക്കാനുള്ളൊരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കും. തന്നെ ഉറ്റുനോക്കുന്നവളെ അർത്ഥം വെച്ചൊന്ന് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ അവനെ നോക്കി മെഴിഞ്ഞു. ശിവ, സച്ചു ശാസനയോടെ വിളിച്ചു. നീ പേടിക്കേണ്ടട സച്ചു. ഒരു കുറവും വരാത്ത വിധം ഞാനിവളെ കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. മുൻപരിചയമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്നും പരിഗണിക്കാതിരുന്ന മോശമല്ലേ അത്? യാമി കുത്തി വലിക്കും പോലെ നോക്കിക്കൊണ്ടാണ് അവൻ്റെ ഓരോ വാക്കും. തെമ്മാടി,
അവൻ്റെ സംസാരത്തിൽ മറ്റർത്ഥങ്ങൾ വരെ ദേഷ്യം കൊണ്ട് അവൾ അവനെ നോക്കി കലിയോടെ ചുണ്ടനക്കിയതും അവൾ തന്നെ വിളിച്ചത് അവന് ശരിക്കും മനസ്സിലായതും ആ നോട്ടം അങ്ങനെ തുടർന്നുകൊണ്ട് സച്ചുവിനോടുള്ള സംസാരം തുടർന്നു. മാത്രമല്ല 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് കേസ് കോടതിയിലെത്തുമ്പോൾ വല്ല സയൻറ്റിഫിക് പരിശോധനയും വന്ന ഞങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലായിരുന്നു എന്നൊരു സംശയം അവർക്ക് തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ കാര്യം ഞാൻ ഏറ്റു. നീ കിടന്നോ, ഞങ്ങളും കിടക്കട്ടെ. അവളെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ സോഫയിൽ ചാഞ്ഞിരുന്ന ശിവ മെല്ലെ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് ഫോൺ ടേബിളിലേക്ക് വെച്ചു. ധരിച്ചിരുന്ന ഷർട്ടൊന്ന് ഉയർത്തി ഉടുത്തിരുന്ന മുണ്ടൊന്ന് മുറുക്കി ഉടുത്തുകൊണ്ട് ഡോറിന് നേർക്ക് നടന്നതും യാമി വല്ലാത്തൊരു പിടച്ചിലോടെ ബെഡ്ഷീറ്റും എടുത്ത് നിലത്തേക്ക് ഇറങ്ങി കിടന്നുപോയി. ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞവൻ നിമിഷ നേരം കൊണ്ട് ബെഡിൽ കിടന്നവളെ കാണാതായതും താഴേക്ക് നോക്കി. തലവഴി പുതപ്പിട്ട് മൂടി പുതച്ച് കിടക്കുന്നവളെ കാണാൻ ശിവ അവൻ്റെ മീശയൊന്ന് പിരിച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടന്നു. ഡി മാമി, ശിവ വിളിച്ചു. പോടാ. യാമി പുതപ്പ് മാറ്റാതെ അവനെ ആട്ടി. എണീക്കടി, വാ നമുക്ക് ബെഡിൽ കിടക്കാം. ശിവ അവളുടെ കാൽ കീഴിലിരുന്ന് പുതപ്പ് കൊണ്ട് മൂടി അവളുടെ കാലിൽ മെല്ലെ തോണ്ടി. പോടാ, നിന്റെ പട്ടി വരും നിന്റെ കൂടെ കിടക്കാം. ആവാക പൂതിയൊക്കെ നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഈ യാമിയുടെ അടുത്ത് നടക്കില്ല. യാമി പുതപ്പ് മാറ്റാതെ ചൂടിയോടെ പറഞ്ഞു. സത്യത്തിൽ യാമിക്ക് നല്ല പേടിയുണ്ട്. അച്ഛനോടുള്ള ദേഷ്യം മൂത്ത് തന്നോടുള്ള വെറുപ്പ് മൂത്ത് അരുതാതെങ്കിലും ചെയ്യാൻ തോന്നിയാലോ അവന്. അവൾ നെഞ്ചിരിപ്പോടെ ഓർത്തതും പുതപ്പടക്കം തന്നെ ആരോ പൊക്കിയെടുത്ത് തോളിലിട്ടെന്ന് കാണെ അവൾ ശക്തിയായി കുതിറി. ശിവ വേണ്ട, താഴെ ഇറക്ക്. ദേ നോക്ക്, എൻ്റെ ദേഹത്ത് തൊട്ട വിധം മാറുവേ, പറഞ്ഞേക്കാം. യാമി ഇതുവരെ കാണിക്കാത്ത അത്രയും ദേഷ്യത്തോടെ അവൻ്റെ തോളിൽ കിടന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. വെറുതെ കിടന്ന് കുതറാതെ പെണ്ണെ, തൽക്കാലം ഇപ്പോൾ നിന്നെ പീഡിപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എനിക്ക്. എങ്ങാനും ഉദ്ദേശിച്ച നീ ഏത് വിധം മാറിയാലും ഞാൻ ഉദ്ദേശിച്ചത് നടത്തിയെടുക്കാനും എനിക്കറിയാം. പക്ഷേ ശിവ അത്രയ്ക്ക് തറയായിട്ടില്ല. അവിടെ കിടക്ക്. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ കിടക്കാൻ. പറഞ്ഞാൽ അനുസരണ വേണം. അവളെ കരുതലോടെ ബെഡിൽ കിടത്താതെ ദേഹമൊന്നും എവിടെയും ഇടിച്ചു നോവാത്ത വിധം പതുപതുത്ത ബെഡിലേക്ക് ഇട്ടുകൊണ്ടവൻ ഒട്ടുമേ ഭാവമാറ്റമില്ലാതെ ഒരു കൂസലില്ലായ്മയോടെ പറഞ്ഞതും ബെഡിലേക്ക് മലർന്നു വീണ യാമെ അവനെ ചുട്ടെടുക്കും വിധം നോക്കി പേടിപ്പിക്കുകയാണ്. ഈ താലി കഴുത്തിലുണ്ടെന്ന് കരുതി നീ പറയുന്നതൊക്കെ കേട്ട് വാലാട്ടി നിന്ന് തരും ഞാൻ എന്നൊന്നും എൻ്റെ മുൻ സ്വപ്നം കാണണ്ട. അത് നടക്കില്ല. പിന്നെ ഇതുപോലെ കയ്യാങ്കളിക്ക് നിൽക്കാനാണേ ഓർത്തോ, 6 മാസമല്ല 6 കൊല്ലം കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സൊന്നും കിട്ടത്തില്ല. യാമി വീറോടെ പറഞ്ഞതും ശിവ അവളുടെ ആ ദേഷ്യം നോക്കി അങ്ങനെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിന്നു. പിന്നെ മെല്ലെ അവൻ്റെ മൊബൈൽ എടുക്കാനായി ടേബിളിനടുത്തേക്ക് നടന്നു. നീയല്ല, നിൻ്റെ അച്ഛൻ ചത്തുപോയ രവീന്ദ്രനും നിൻ്റെ അമ്മായിയച്ഛൻ സാക്ഷാൽ രാജശേഖരൻ മുതലാളിയും കൂടി വന്നെന്നെ തടഞ്ഞു നിന്നാലും എനിക്ക് ഡിവോഴ്സ് വേണമെന്നാണേ അത് വാങ്ങിയെടുക്കാൻ എനിക്കറിയാം. ചുമ്മാ കിടന്ന് വായിട്ട് ചിലക്കാതെ ഉറങ്ങാൻ നോക്കടി. ഫോണെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ട് തിരിഞ്ഞ് ഡോറിനരികിലേക്ക് നടക്കെ അവൻ അതേ കുസലില്ലായ്മയോടെ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് കടന്ന ഡോർ തിരിച്ചടച്ചതും യാമി അതൊട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ആ അടഞ്ഞ ഡോറിലേക്ക് നോക്കി കിടന്നുപോയി. താനിവിടെ കിടന്നതുകൊണ്ടാണോ അവൻ ഇവിടെ കിടക്കാതെ പുറത്തേക്ക് പോയത്? യാമി വല്ലായ്മയോടെ ഓർത്തു. എത്ര ശ്രമിച്ചിട്ടും അവനെ പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു വല്ലായ്മയോടെ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഇനി അവൻ റൂമിലേക്ക് വരില്ലേ? തൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നവന് താൻ ശരിക്കും ഒരു ബാധ്യതയായി മാറുകയാണോ? യാമി ദയനീയതയോടെ ഓർത്തു. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. ആ 6 മാസമല്ലേ, അത്രയും നാൾ മാത്രമേ താൻ അവൻ്റെ ജീവിതത്തിലും ഈ വീട്ടിലും നിൽക്കൂ. പിന്നെ നിൽക്കില്ല. ആർക്കും ഭാരമോ ബാധ്യതയോ ആവില്ല. ഈ ഒരു ജന്മം ജീവിച്ചു തീർക്കാൻ തനിക്ക് 6 മാസത്തെ അവനോടൊപ്പമുള്ള നിമിഷങ്ങൾ മതി. സ്നേഹത്തിൻ്റെ കണിക പോലുമില്ലാത്ത വെറുപ്പിൻ്റെ അങ്ങേയറ്റം പ്രകടമാക്കുന്ന അവൻ്റെ വാക്കുകൾ, അതായിരിക്കും തൻ്റെ ഓർമ്മകളാവാൻ പോകുന്നതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പോഴും നിമിഷങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ശിവ ഇപ്പോഴും റൂമിലേക്ക് തിരികെ വന്നില്ല എന്ന് കാണെ യാമി വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ റൂമിൻ്റെ ഡോർ തുറന്നു. കണ്ണുകൾ നേരെ ചെന്നത് ബാൽക്കണിയിൽ സിഗരറ്റും പുകച്ചു കിടക്കുന്നവനിലാണ്. താൻ റൂമിലുള്ളത് കാരണമാണ് അവൻ റൂമിലേക്ക് വന്ന് കിടക്കാത്തത് എന്നൊരു കുറ്റബോധം മനസ്സിൽ നിറഞ്ഞു നിന്നതും യാമി മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്തൊക്കെയോ കാര്യമായ ആലോചനയിൽ മനസ്സിവിടെയൊന്നും അല്ലാത്തൊരു കിടപ്പാണ് അവൻ്റേത്. യാമി അവൻ കിടക്കുന്നതിൻ്റെ എതിർവശത്തായി പോയി ഇരുന്നത് പോലും അവൻ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും സാധാരണ പുരുഷന്മാർ ചെയ്യുന്നത് പോലെയൊന്നും നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൾ മെല്ലെ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ അലസമായി അവളെ ഒന്ന് നോക്കി. ഞാൻ റൂമിൽ കിടന്നുകൊണ്ടാണോ ചിറക്കൽ രാജശേഖരൻ്റെ വീരശൂര പരാക്രമിയായ മകൻ
ശിവരുദ്ധി നേരത്തെ ഇവിടെ കിടന്ന് മഞ്ഞു കൊള്ളുന്നത്? ഏ? അവൻ നോക്കുന്നത് കണ്ടതും യാമി ഒരു താളത്തിൽ ചോദിച്ചു. എനിക്ക് മഞ്ഞു കൊള്ളാൻ കൂട്ടിരിക്കാൻ വന്നതാണോ ശേഖരൻ മുതലാളിയുടെ മരുമകൾ? വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ദൂരേക്ക് എറിഞ്ഞുകൊണ്ടവൻ അലസമായി ചോദിച്ചു. കൂട്ട് വേണമെങ്കിൽ ഇരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. യാമി ഇടങ്ങണ്ണാൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശിവ അവളെ തന്നെ നോക്കിയിരുന്നു. വേണ്ട, നിന്റെ എന്നല്ല, രാജശേഖരൻ്റെ കെയർ ഓഫിൽ കിട്ടുന്ന ഒരു കൂട്ടം ഈ ശിവയ്ക്ക് വേണ്ട മോളെ. നീ ചെല്ല്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശിവ ഒരു തരം പുച്ഛത്തോടെ പറഞ്ഞു. അതെന്താ അങ്ങനെ ഒരു സംസാരം? അല്ല, സത്യത്തിൽ നീയും മംഗളുമായി എന്താ പ്രശ്നം? ഒന്നുമില്ല എന്നൊന്നും പറയണ്ട, എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം. അറിയാനുള്ളൊരാകാംക്ഷയോടെ യാമി അവനെ നോക്കി ചോദിച്ചു പോയി. ഇന്ത്യൻ ആണവ കരാർ നിർത്തലാക്കണമെന്ന് ഞാനും അതെങ്ങനെ നിർത്താൻ പറ്റില്ലെന്ന് നിന്റെ അമ്മായിയപ്പനും. പെട്ടെന്ന് വെച്ച് കരാർ നിർത്തലാക്കിയാൽ ഭയങ്കര സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്ന പുള്ളിയുടെ പേടി. അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മലർന്നു കിടന്ന ആകാശത്തേക്ക് നോക്കി വളരെ കാര്യമായി തന്നെ ശിവ അവൾക്ക് മറുപടി കൊടുത്തു. തുടക്കത്തിൽ വല്ല കാര്യമായി അവൻ്റെ വാക്കുകൾ കാതോർത്ത് യാമി തന്നെ പരിഹസിക്കുകയാണെന്ന് കണ്ടതും അവനെ നോക്കി കണ്ണുരുട്ടി. പറയാൻ വയ്യെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല, യാമി ചൂടിയോടെ പറഞ്ഞു. നിർബന്ധിച്ചാലും പറയില്ല, ശിവ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു. ഓ വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല, പോരെ? യാമി അവനെ കെറുവോടെ നോക്കി. താൻ എത്രയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ തന്നെയോ താൻ പറയുന്നതോ ഒന്നും അത്ര കാര്യമായി എടുക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചു കൊണ്ട് അവൾ പറഞ്ഞു. നീ ഇവിടെ കിടന്നുറങ്ങാൻ പോവാണോ? ഇരുണ്ട ആകാശം നോക്കി കിടന്നവൻ മെല്ലെ കണ്ണുകൾ അടച്ചതും യാമി മെല്ലെ ചോദിച്ചു. ശിവയൊന്നും മിണ്ടിയില്ല. എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്തെന്ന് കരുതി എന്നേക്കുമായി ഞാൻ നിൻ്റെ തലയിലാകുമോ എന്ന ഈ ആലോചന കൂട്ടുന്നതെങ്കിൽ ആ പേടി എൻ്റെ മോന് വേണ്ട. 6 മാസം കഴിഞ്ഞാൽ നിനക്ക് തരാനുള്ള ഡിവോഴ്സും നിന്ന് ഞാൻ എൻ്റെ പണി നോക്കിപ്പോവും. അതുവരെ എനിക്കൊപ്പം റൂം ഷെയർ ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. ഇനി റെൻറ്റ് വേണമെങ്കിൽ അതും തരാം. വാ, വന്ന് കിടക്ക്. യാമി മെല്ലെ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് വാതിലിനോരം നിന്നുകൊണ്ട് പറഞ്ഞതും ശിവ കണ്ണു തുറന്ന് അവളെ നോക്കി. ദേഷ്യമോ സ്നേഹമോ ഒന്നുമില്ലാതെ തീർത്തും ശാന്തമായൊരു മുഖഭാവത്തോടെ നിൽക്കുന്ന അവളുടെ മുഖം. അവൻ്റെ കണ്ണുകൾ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. 10,000. കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കൊണ്ടവൻ കാര്യമായി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അതിത്തിരി കൂടുതലല്ലേ? യാമി ചോദിച്ചു. മാമിയായതുകൊണ്ട് കുറച്ചതാണ് ഞാൻ. ചുരുങ്ങിയത് ഇതെങ്കിലും കിട്ടണം. ശിവ അവളെ കടന്ന് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഓക്കെ, നീ ആയതുകൊണ്ട് ഞാനും വില പേശുന്നില്ല. 10,000 എങ്കിൽ 10,000. യാമി ചെറിയൊരു ചിരിയോടെ അവന് പിന്നാലെ ചെന്നു. ശരിക്കും എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകുമല്ലേ ഇപ്പോൾ നിന്റെ മനസ്സിൽ? റൂമിലേക്ക് കയറിയവനെ നോക്കി അവൾ ചോദിച്ചു. കൊല്ലാനുള്ള ദേഷ്യം തോന്നിയ പിന്നെ ആലോചിക്കാനൊന്നുമില്ലാതെ കൊല്ലാൻ എനിക്കറിയാം. വെറുതെ എന്നെ ചൊറിഞ്ഞ് എൻ്റെ വാലിരിക്കുന്നത് കേട്ടെങ്കിലേ ഉറക്കം വരൂ എന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം. നീ ചൊറിയാതെ തന്നെ ആവശ്യത്തിനുള്ളത് പറഞ്ഞു തരാം. ശിവൻ മെല്ലെ ബെഡിലേക്ക് ഒരു സൈഡിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞതും യാമി അവനെ നോക്കി കൊഞ്ഞനം കുത്തി. ശിവ പക്ഷേ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നത് കൊണ്ട് തന്നെ അതൊന്നും കണ്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞതും ഡോർ ലോക്ക് ചെയ്ത് യാമി ബെഡിൽ വന്ന് കിടക്കുന്നത് അറിഞ്ഞെങ്കിലും ശിവ കണ്ണുകൾ തുറന്നതുമില്ല, ഒന്നും മിണ്ടിയതുമില്ല. അവൻ്റെ മൂകമായ പെരുമാറ്റം യാമിയും ശ്രദ്ധിച്ചത് കൊണ്ടാകാം അവളും തീർത്തും മൗനം പാലിച്ചത്. വാക്കുകൾ കൊണ്ടവൻ വിള്ളൽ വീഴ്ത്തുന്ന അവളുടെ പ്രണയത്തിൽ ഇതുപോലെ മൗനമായ നിമിഷങ്ങൾ മരുന്നായി മാറി തുടങ്ങി. സ്നേഹിക്കാതിരിക്കാൻ 1000 കാരണങ്ങൾ അവൻ നൽകുന്നുണ്ട്. പക്ഷേ ആ കാരണങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട അവളുടെ ഹൃദയം അവനെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ വെമ്പുന്നു. രാവിലെ ആദ്യം ഉണർന്നത് യാമയാണ്. കണ്ണുകൾ തുറന്ന് നേരെ നോക്കിയത് തൻ്റെ അരികിൽ കമഴ്ന്ന് കിടക്കുന്നവനെയും. എന്തിനെന്നറിയാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടുമെന്നൊരു മുന്നറിയിപ്പ് ഹൃദയം കൊടുക്കുമ്പോൾ തളർന്നു പോകുന്നു. ശിവ. കുളി കഴിഞ്ഞിറങ്ങി വന്നിട്ടും അവൻ അതേ കിടപ്പ് കിടക്കുന്നു എന്ന് കാണെ യാമി അവനെ മെല്ലെ വിളിച്ചു. ശിവ. ഉണരുന്നില്ലെന്ന് കാണെ വീണ്ടും വിളിച്ചു. ശിവ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ തല മാത്രം ചെരിച്ചവളെ ഒന്ന് നോക്കി. ഒരു പർപ്പിൾ നിറത്തിലുള്ള ചുരിദാറിൽ ചെറിയൊരു പരിഭ്രമത്തോടെ എന്ന ഒരു കുഞ്ഞു ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്നവൾ. എന്താടി? അവൻ ഇഷ്ടക്കോടോടെ മുരണ്ടു. ഒന്നേ എണീറ്റിരിക്ക്, കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാനാ. യാമി അവനെ നോക്കി തെല്ലൊരു കെറുവോടെ പറഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്ന് നനഞ്ഞ മുടി നന്നായി തോർത്തി. എന്ത്? അവൾ പറഞ്ഞത് മനസ്സിലാവാതെ ശിവ അവളെ സംശയത്തോടെ നോക്കി. എഴുന്നേറ്റിരിക്കും മോനെ ഭർത്തു,
ഭാര്യ അതിരാവിലെ കുളിച്ച് സുന്ദരിയായി വന്നത് കണ്ടില്ലേ? ഇനി സൽഗുണസമ്പന്നനായ എൻ്റെ ഭർത്തുവിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം താഴെ കിച്ചണിലേക്ക് പോകാൻ. കയ്യിലെ തോർത്ത് ബാത്റൂമിൽ തിരികെ കൊണ്ടുപോയി വെച്ച് തിരികെ റൂമിലേക്ക് തന്നെ വന്ന് അവളുടെ ചുരിദാറിൻ്റെ ഷോളെടുത്ത് തോളിലൂടെ ഇട്ടുകൊണ്ട് പറഞ്ഞു, നിന്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോടി, രാവിലെ തന്നെ മനുഷ്യൻ്റെ സ്വസ്ഥത കളയാൻ. ശിവ ദേഷ്യത്തോടെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. കിട്ടിയത് എനിക്കല്ല, നിനക്കല്ലേ? ഇങ്ങനെ ആ വിരിഞ്ഞ നെഞ്ച് കമ്മത്തി വെച്ചങ്ങ് കിടന്ന തുന്നി കൂട്ടിയതൊക്കെ വീണ്ടും ഒന്നുകൂടെ തുന്നേണ്ടി വരും. നേരെ കിടക്ക്. ശിവയെ നോക്കാതെ മറ്റെങ്ങോ നോക്കി ഒട്ടും താല്പര്യമില്ലാത്ത ഭാവത്തിൽ പറഞ്ഞുകൊണ്ടവൾ റൂമിന് പുറത്തേക്ക് നടന്നു. നീ രാജശേഖരൻ്റെ മരുമകളായ മതി, അല്ലാതെ എൻ്റെ ഭാര്യയെ വന്ന് നോക്കണ്ട. അവൾ പോയ വഴിയെ നോക്കി ശിവ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേഷ്യത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് കൊണ്ടൊരു കുഞ്ഞു ചിരിയോടെയാണ് യാമി സ്റ്റെയർ കേസിന് അരികിലേക്ക് നടന്നത്. എന്താ യാമി, രാവിലെ തന്നെ തുടങ്ങിയോ അവൻ? പടികൾ ഇറങ്ങി വന്ന യാമിയെ നോക്കി അജു ചിരിയോടെ ചോദിച്ചു. അതൊന്നുമില്ല അജുവേട്ടാ, ചുമ്മാ. യാമി ചെറിയൊരു ചിരിയോടെ അവനോട് പറഞ്ഞു. ചുമ്മാതെയാണോ അത് കാര്യമായിട്ടാണോ എന്നൊക്കെ അവൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലാവാതിരിക്കാൻ പൊട്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. അജു വല്ലാത്തൊരു കൂർമ്മതയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ അജുവേട്ടൻ അങ്ങനെ പറഞ്ഞ്? ഹാളിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ എന്ന് നോക്കിക്കൊണ്ടവൾ അജുവിൻ്റെ സംസാരം കേൾക്കെ സംശയത്തോടെ ചോദിച്ചു. ഈ താലി നിന്റെ കഴുത്തിൽ വീണത് എങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് പറയുക. അങ്കിൾ പറഞ്ഞത് കേട്ട് വെറുതെ അവൻ്റെ ചവിട്ടും കുത്തും വാങ്ങാനായി നീ അവൻ്റെ ഭാര്യയെ കൂടെ കഴിയണ്ട. ഇന്നലെ അവൻ പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ അവനൊരിക്കലും സ്നേഹിക്കില്ല, ഒരിക്കലും. അത് രുദ്രനായാമേ. അവൻ പറഞ്ഞതാ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നീ ശരിക്കൊന്ന് ആലോചിച്ചൊരു നല്ല തീരുമാനം എടുക്ക്. വെറുതെ എന്തിനാ നിന്നെ വേണ്ടാത്തൊരാളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്നത്? ഇങ്ങനെ നിനക്കൊരു വിലയും തരാത്ത ഒരുത്തനെ എന്തിനാ നിനക്ക്? അത്രയ്ക്ക് ഗതികെട്ട് നിൽക്കുകയാണോ നീ? ആരെങ്കിലും അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടവൻ അത്രയും ആത്മാർത്ഥതയുള്ളവനെ പോലെ പറഞ്ഞതും യാമി അജുവിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ സൂക്ഷിച്ചൊന്ന് നോക്കി. നിന്റെ നല്ലതിനെ യാമി ഞാൻ പറയുന്നത്. രുദ്രൻ അവൻ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. അജു ഒരു സ്നേഹഭാവത്തോടെ യാമിയെ നോക്കി. ശിവയെക്കുറിച്ച് അങ്ങനെ വേണ്ടാത്തതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അജുവേട്ടാ. പിന്നെ എൻ്റെ ഗതികേട്, അത് ശരിയാണ്. കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു ഗതികെട്ട ജീവിതം തന്നെയായിരുന്നു എൻ്റേത്. പക്ഷേ ശിവയുടെ ഭാര്യയായി ജീവിക്കുന്നത് ഒരു ഗതികേടായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. യാമി നേർത്തൊരു ചിരിയോടെ തന്നെ അജുനെ നോക്കി പറഞ്ഞു. എത്ര നാൾ യാമി ഇത് പറയുമെന്ന് നമുക്ക് നോക്കാം. വേണമെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെ എനിക്കും ചിന്തിക്കാമായിരുന്നു. ശിവ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും അതൊക്കെ ക്ഷമിച്ച് അവൻ്റെ കൂടെ നിൽക്കണം. കുറേ കഴിയുമ്പോൾ അവൻ നിന്നെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നടക്കാത്ത മോഹങ്ങൾ തരാം. എന്തോ എനിക്കത് തോന്നിയില്ല, അതാ ഇത്രയും പറഞ്ഞത്. മുന്നോട്ടിനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. എന്തു നടന്നാലും ഞാനുണ്ടാവും നിനക്കൊപ്പം. അത്രേ എനിക്കിപ്പോൾ നിന്നോട് പറയാനാവൂ. അജു യാമിക്ക് മുന്നിൽ നിന്ന് അത്രയും ഗൗരവത്തോടെ പറഞ്ഞതും യാമി അവനെ നോക്കി നോർമലായി ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തോ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അജുവിൻ്റെ മനസ്സിൽ എന്നൊരു സംശയം യാമിയുടെ മനസ്സിൽ തോന്നി തുടങ്ങി. കാരണം തൻ്റെയും ശിവയുടെയും വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞത് അബേട്ടനടക്കം ഇവിടെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷേ ഈ വാക്കുകൾ അത് ശിവയോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് തന്നെയാണ് അവൾ ഉറപ്പിച്ചു. ആ മോളെ എണീറ്റോ? അജുവിനെ നോക്കി സംശയം കലർന്ന മനസ്സോടെ പുഞ്ചിരിച്ചു നിൽക്കെ പെട്ടെന്നാണ് സുഭദ്രാമ സിറ്റൗട്ടിൽ നിന്നും അവർക്കരികിലേക്ക് വന്നത്. യാമി ചെറിയൊരു ഞെട്ടലോടെ അവരെ നോക്കി. പിന്നെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ഞങ്ങൾ ഗാർഡനിലായിരുന്നു. ഇന്നലെ സരസ്വതി വരുമ്പോൾ 1-2 കൂട്ടം ചെടികൾ കൊണ്ടുവന്നിരുന്നു. ഇവൻ ഓഫീസിൽ പോയ പിന്നെ അത് നാളെ ആവണ്ടേ, അതാ. യാമിയുടെ അടുത്തേക്ക് നിറഞ്ഞ ചിരിയോടെ വന്ന് അവളെ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് സുഭദ്രാമ പറഞ്ഞതും അവർക്ക് പിന്നാലെ അഭിയും രാജശേഖരനും കൂടെ അകത്തേക്ക് വന്നു. ഇന്നലെ അവൻ തന്നെ ഉപദ്രവിച്ചതൊന്നുമില്ലല്ലോ? അഭി യാമിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇല്ല, യാമി അവനെ നോക്കി ചിരിയോടെ മറുപടി പറഞ്ഞു. താൻ പേടിച്ചോ? അഭി പിന്നെയും അതേ ചിരിയോടെ ചോദിച്ചു. പിന്നെ അവൻ ഒച്ചയിടുന്നതിനൊക്കെ അങ്ങനെ അങ്ങ് പേടിക്കാൻ നിൽക്കല്ലേ എല്ലാവരും. രാജശേഖരൻ ഒരു ചോദ്യത്തോടെ റൂമിലേക്ക് നടന്നു. അച്ഛൻ പേടിച്ചോന്നല്ല ഞാൻ ചോദിച്ചേ. യാമി പറ, പേടിച്ചോ? റൂമിലേക്ക് പോകുന്ന അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് പറയുന്നതിനൊപ്പം അവൻ യാമിയെ നോക്കി. സത്യം പറഞ്ഞ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷെ കുഴപ്പമില്ല, പുറമെ കാണുന്ന ദേഷ്യമേ ഉള്ളൂ. ശിവ പാവാണ്. യാമി അഭിയെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു.
അയ്യോ എങ്ങനെ? എന്താ ഇപ്പോൾ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ കേട്ടില്ല. അബി അവളെ കളിയാക്കിക്കൊണ്ടൊരു ചിരിയോടെ ചോദിച്ചു. നീ പോടാ, മോള് പറഞ്ഞത് തന്നെയാ ശരി. അനി ദേഷ്യവും ചാട്ടക്കളയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് പാവം തന്നെയാ എൻ്റെ മോൻ. യാമിയെ കളിയാക്കുന്ന അബിയെ മെല്ലെ തല്ലിക്കൊണ്ട് സുഭദ്രാമ്മ പറഞ്ഞു. അതെ അതെ, ദേഷ്യം വന്ന ആരുടെ കൈയും കാലും തല്ലിയൊടിക്കാൻ മനസ്സ് വരുന്ന അമ്മയുടെ പാവം മോൻ. അജു, നീ കേൾക്കുന്നില്ലടാ ഈ പറയുന്നതൊന്നും. സുഭദ്രാമയെയും യാമിയെയും അബി പിന്നെയും കളിയാക്കിക്കൊണ്ട് അജുനോട് ചോദിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് കനത്തിലൊന്ന് കിട്ടുന്നത് വരെ ഈ അഭിപ്രായം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ലേടാ. കിട്ടട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി പറയാം. യാമിയെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അജു അവൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അബിയുടെ മുഖം അവൻ എന്താ അങ്ങനെ പറഞ്ഞ്, ഇതൊരു രസകരമായ നിമിഷമായിരുന്നല്ലോ എന്നൊക്കെയുള്ളൊരു ഭാവത്തിൽ മാഞ്ഞു തുടങ്ങിയിരുന്നു. ഇവരൊക്കെ ഒരു കൂട്ടാ മോളെ. ദേ, ഇവർക്ക് രണ്ടുപേർക്കും അവനെ കണ്ണിന് നേരെ പിടിക്കില്ല. അതുപോലെ സച്ചും ശിവയ്ക്കും ഇവരെ രണ്ടുപേരെയും പിടിക്കില്ല. ഇന്നും ഇന്നലെയൊന്നുമല്ല, ചെറുപ്പം മുതലേ തുടങ്ങിയതാ ഈ കണ്ടുകൂടായ്ക. യാമിയെ നോക്കി ഒരു പരിഭവത്തോടെ സുഭദ്രാമ്മ പറഞ്ഞു. അതെ അതെ, വേണ്ടാത്ത ഓരോന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്ത്. എൻ്റെ യാമി, അമ്മയുടെ വിചാരം എപ്പോഴും ഞങ്ങൾ കുട്ടികളാന്നാ. ഈ ടീമും കാര്യമൊക്കെ പണ്ട്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അബി അമ്മയെ ഒന്ന് നോക്കി പിന്നെ യാമിയെ നോക്കി കാര്യമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. യാമി അവനെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല അതിന്. അവൻ എണീറ്റില്ലല്ലോ. അബി പോയതും സുഭദ്രാമ്മ യാമിയെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. ഞാൻ വരുമ്പോൾ ഉണർന്നിട്ടുണ്ട്. ചിലപ്പോൾ വീണ്ടും ഉറങ്ങിക്കാണും, അറിയില്ല. യാമി മെല്ലെ പറഞ്ഞു. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മൂക്ക് വിഷമായോ? സുഭദ്രാമ്മ ഏറെ വല്ലായ്മയോടെ അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല. ശിവ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ ഇപ്പോഴും തീക്കനൽ പോലെ എരിയുന്നുണ്ടെങ്കിലും യാമി ഒരു പുഞ്ചിരിയിൽ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു. കള്ളം പറയണ്ട, അമ്മയ്ക്കറിയാം സങ്കടമായി കാണുമെന്ന്. ഞാനെന്ത് പറഞ്ഞാലും അവൻ്റെ അമ്മ പറയുന്ന വാക്കുകളായേ മൂക്ക് തോന്നൂ എന്നറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ദേഷ്യം വന്നാൽ എന്താ പറയുന്നേ എന്നൊരു ബോധം അവന് പണ്ടേ ഇല്ല. അവൻ മാത്രമല്ല, അവൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നതൊന്നും അവരുടെ മനസ്സിലൊരു കോണിൽ പോലും കാണില്ല. കേൾക്കുന്ന നമ്മളത് ഓർത്ത് മനസ്സ് വിഷമിച്ചിരിക്കാം എന്നല്ലാതെ പറഞ്ഞതൊന്നും അവർക്ക് പിന്നെ ഓർമ്മയേ ഉണ്ടാകില്ല. അവൻ പറയുന്നതൊക്കെ സഹിക്കണമെന്നൊന്നും അമ്മ പറയില്ല. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചെറിയ പിണക്കം വഴക്കും എല്ലാം ഉണ്ടാവണം. അതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഭംഗി. എന്നാലും അമ്മ പറയാം, ഇവിടെ എല്ലാവരെയും പോലെ അവൻ്റെ ദേഷ്യത്തെ മാത്രം കണ്ട് എൻ്റെ മോനെ വെറുക്കരുത് മോള്. അമ്മ സ്വന്തം മോളെന്ന പോലെ പറയണേ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അമ്മയോട് പറയാൻ മോക്ക്. അത്രയും സ്നേഹത്തോടെ സുഭദ്രാമ്മ പറയേ. ഇന്നലെ വരെ തനിക്കവർ അവരുടെ വീട്ടിലെ അതിഥി എന്ന സ്ഥാനമായിരുന്നു തന്നതെന്നും ഇന്നിപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യ എന്ന സ്ഥാനവുമാണ് തരുന്നതെന്നും അവൾക്ക് വ്യക്തമായി. ചെന്ന് കാപ്പി കുടിക്ക്. അച്ഛനും അബിയും ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. അബിക്ക് പിന്നെ എയർപോർട്ടിലേക്കും പോകണം. ഇന്ന് അനിയും താനും മോളും വരുന്നുണ്ട്. അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ. നേർത്തൊരു ചിരിയോടെ അവരുടെ വാക്കുകൾ കേട്ട് നിന്ന യാമിയുടെ കവളിൽ മെല്ലെ തലോടിക്കൊണ്ട് സുഭദ്രാമ്മ അവരുടെ റൂമിലേക്ക് നടന്നു. യാമി നേരെ അടുക്കളയിലേക്കും നടന്നു. ഇത്തിരി മുട്ട റോസ്റ്റും കൂടെ ഉണ്ടാക്കിക്കോ സുമതി, താനും മോൾക്ക് വേണ്ടി വരും. നീ വന്നോ? ഞാൻ വിചാരിച്ചു നേരെ ഇത്രയായിട്ടും നീ എണീറ്റില്ലേന്ന്. ആ കുരുത്തം കെട്ടവൻ ഇന്നലെ ദേഹം നോയിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? യാമിയെ അടുക്കളയിൽ കണ്ടതും സരസ്വതിയമ്മ ഒരു തിടുക്കത്തോടെ അവൾക്ക് അടുത്തേക്ക് വന്നു. എന്നെ കണ്ടിട്ട് ദേഹം നൊന്ത പോലെ തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. യാമി സരസ്വതിയമ്മയെ നോക്കി ചിരിയോടെ ചോദിച്ചു. നിന്നെ കണ്ടിട്ട് തോന്നുന്നതാണോ കാര്യം? കൂടെക്കിടുന്നത് അത്രയും കരളലിവില്ലാത്ത ഒരുത്തനല്ലേ. അപ്പം പിന്നെ ഇത് ചോദിക്കാതെ എങ്ങനെയാ? സരസ്വതിയമ്മ അവളെ നോക്കി കെറുവോടെ ചോദിച്ചതും ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ യാമിയുടെ മുഖം ഒന്ന് വാടി. ദേഷ്യവും വാശിയും ഒക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. മെരുക്കിയെടുക്കാമെന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. എന്നാലും ശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? താലി കെട്ടിയവനായി പോയില്ലേ. ഇതങ്ങ് കൊണ്ടു കൊടുക്ക്. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും അങ്ങോട്ട് ദേഷ്യമൊന്നും അധികം കാണിക്കേണ്ട. സ്വല്പം സ്നേഹത്തിൽ പെരുമാറിയാൽ മതി. പിന്നെ നേരം വെളുക്കുമ്പോൾ കുളിയും നനയും കഴിഞ്ഞൊരു ഇറക്കമുണ്ട്. എങ്ങോട്ടാന്ന് തിരക്കണം, എന്താന്ന് തിരക്കണം. തുടക്കത്തിൽ മറുപടിയൊന്നും കിട്ടില്ല. പിന്നെ ചോദിക്കാതെ തന്നെ പറഞ്ഞോളും എങ്ങോട്ടാ എന്തിനാന്നൊക്കെ. വേഗം ചെല്ല്. യാമിയുടെ കയ്യിലേക്ക് ഒരു കപ്പ് കോഫി കൊടുത്തുകൊണ്ട് സരസ്വതിയമ്മ ഉപദേശിച്ചതും യാമിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ഇപ്പം ഈ ചായ കൊണ്ട് അങ്ങോട്ട് പോയാൽ താൻ ഒന്നുകൂടെ കുളിക്കേണ്ടി വരും. അവൾ ചിരിയോടെ ഓർത്തു.
ചിരിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരും മുന്നേ അങ്ങോട്ട് ചെല്ലു പെണ്ണെ, വേഗം. കോഫി കപ്പ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സരസ്വതിയമ്മ അവളെ അല്പം ഒന്ന് മുന്നോട്ട് തള്ളിയതും അവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി യാമി അതുമായി റൂമിലേക്ക് നടന്നു. പാവം കുട്ടിയല്ലേ സരസ്വതിയമ്മേ? ഒന്നും മിണ്ടാതെ കാപ്പിയുമായി പോകുന്ന യാമിയെ നോക്കിക്കൊണ്ട് സുമതി ചേച്ചി ചോദിച്ചു. പാവാണെന്ന് പറഞ്ഞിട്ട് എന്താ എൻ്റെ സുമതി? താലി വീണത് ആ തല തെറിച്ചവൻ്റെ കൈ കൊണ്ടല്ലേ? ഹാ വിധി, അല്ലാതിപ്പോൾ എന്താ പറയാ. അമ്മയില്ലാതെ വളർന്ന പെണ്ണ, കുറേ സ്വത്തും പണവും ഒക്കെ ഉള്ള വീട്ടിലെയാ. പക്ഷേ സമാധാനം എന്തെന്നറിഞ്ഞിട്ടതില്ല. അങ്ങനെ ഒരുത്തിക്ക് ദൈവം കൊടുത്ത ജീവിതമോ അതും ഇങ്ങനെ. തൻ്റെ സംസാരം മറ്റാരും കേൾക്കാത്ത വിധം രഹസ്യമാക്കിക്കൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും സുമതിയും അത് ശരിവെക്കും പോലെ നിശ്വാസത്തോടെ തലയാട്ടി. കോഫിയുമായി യാമി റൂമിലേക്ക് കയറിയതും ശിവ കുളിച്ചിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഭർത്താവിന് നല്ല ചൂടുള്ള ഒരു ബെഡ് കോഫി വേണമെന്നുണ്ടോ? യാമി കോഫിയുമായി സൈഡ് ടേബിളിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. ശിവ അവളെ കടുപ്പിച്ചൊന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ആ മുറിവിൽ മരുന്ന് തേക്ക്. തന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ടീഷർട്ട് എടുത്ത് തലവഴിയിടാൻ തുനിഞ്ഞുന്നവനെ നോക്കി യാമി പെട്ടെന്ന് പറഞ്ഞു. ദേ മാമി, ഞാൻ പറഞ്ഞു, നീ ഈ വീട്ടിലെ മരുമകളായിക്കോ, പക്ഷെ എൻ്റെ ഭാര്യ അവൻ നോക്കരുത്. രൂക്ഷമായൊരു ഭാവത്തോടെ അവൻ പറഞ്ഞു. ഇത് ഞാൻ നിന്റെ ഭാര്യയായിട്ട് പറഞ്ഞതൊന്നുമല്ല, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പറഞ്ഞതാ. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, മരുന്ന് തേക്ക്. അല്ലേ എവിടെയാ മരുന്ന് വെച്ചതെന്ന് പറ, ഞാൻ പുരട്ടിത്തരാം. യാമി അവനെ നോക്കി അതേ നിൽപ്പ് നിന്നുകൊണ്ട് പറഞ്ഞു. എനിക്കാരുടെ സഹായം വേണ്ട, നീ നിന്റെ പണി നോക്ക്. മുറിവ് എൻ്റെ നെഞ്ചിലല്ലേ, അത് ഞാൻ സഹിച്ചോളാം. ശിവ ടീഷർട്ട് എടുത്തിട്ട് കൊണ്ട് അവളെ നോക്കാതെ പറഞ്ഞു. ഓ, മുറിവ് നോക്കാനും മരുന്നും പുരട്ടി തരാനുമൊക്കെ മറ്റു ചിലരൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ മറന്നു. അന്ന് പാറു അവൻ്റെ നെഞ്ചിൽ മരുന്ന് പുരട്ടി കൊടുത്ത നിമിഷം കണ്ണിൽ തെളിഞ്ഞതും കുഞ്ഞൊരു കുശുമ്പോടെ യാമി മെല്ലെ പറഞ്ഞു. എന്താടെ അവിടെ നിന്ന് പിറപ്പിറക്കുന്നത്? ശിവ അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഒന്നുമില്ല, കോഫി ആണെങ്കിൽ താഴെ ചെന്ന് കുടിച്ചോ, ഇത് തരില്ല എന്ന് പറഞ്ഞതാ. യാമി അവനെ നോക്കി ചോടിയോടെ പറഞ്ഞുകൊണ്ട് കോഫി കപ്പ് ചുണ്ടോട് ചേർത്തു. എനിക്ക് വേണ്ടത് കഴിക്കാനും കുടിക്കാനും നീ പറഞ്ഞു തന്നിട്ട് വേണ്ട. രാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ്. ശിവ അവളെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതും അവൻ്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു. നോക്കുമ്പോൾ സച്ചു ആണ് വിളിക്കുന്നത്. ഓ, നിന്നെ ഞാൻ കൊന്നു തിന്നു എന്നറിയാൻ വിളിക്കുന്നതാണ്. എന്താടാ? കോളെടുത്ത് കാതോറ് ചേർക്കെ യാമിയെ നോക്കി പറയുന്നതിനൊപ്പം ശിവ കലിയോടെ തന്നെ ചോദിച്ചു. നീ എണീറ്റില്ലേ? ഇല്ല, കൂർക്കം വലിച്ചുറങ്ങുക. എന്തേ? ശിവ മുറുകിയ സ്വരത്തിൽ ചോദിച്ചു കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന യാമിയുടെ കണ്ണിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് യാമിയുടെ അടുത്തേക്ക് വന്നു. യാമിയുടെ കണ്ണുകൾ അവനെ തന്നെ നോക്കുകയാണ്. ഹാ, എന്നാ എണീറ്റ നേരെ വീട്ടിലേക്ക് വാ. നിന്റെ ഇപ്പോഴത്തെ കൈതരിപ്പ് തീർക്കാൻ ഇവിടെ ഒരുത്തി ഒരുങ്ങി നിൽപ്പുണ്ട്. വേഗം വന്ന് കൊടുക്കേണ്ടത് കൊടുത്ത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്ക്. യാമിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൾക്ക് പിന്നിലായി ടേബിളിൽ ഉണ്ടായിരുന്ന അവൻ്റെ വാച്ചെടുത്ത് കയ്യിൽ കെട്ടെ സച്ചു പറഞ്ഞത് മനസ്സിലാവാതെ അവൻ്റെ പുരികം ഒന്ന് ചുളിഞ്ഞു. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേണ്ട കാര്യം. യാമിയുടെ കയ്യിൽ നിന്നും ആ കോഫി തട്ടിപ്പറക്കും പോലെ വാങ്ങി കുടിച്ചുകൊണ്ടവൻ ഡോർ തുറന്ന് താഴേക്ക് നടന്നതും യാമി തെല്ലൊരു അതിശയത്തോടെ അവനെ നോക്കി അങ്ങനെ നിന്നുപോയി. എടാ, ഇവിടെ ഒരുത്തി 2-3 ദിവസമായി പട്ടിണിക്കിടപ്പും കരച്ചിലും പീച്ചിലുമായിരിക്കുകയാണ്. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി നിന്നതാ. പക്ഷേ നിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ ഇത് നന്നാവില്ല. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം. നീ സമയം പോലെ ഇങ്ങോട്ടേക്ക് വാ. സച്ചു അല്പം കാര്യമായി എന്നൊരു തമാശ പോലെ പറഞ്ഞതും ശിവയ്ക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല. എങ്കിലും അവിടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് തോന്നി. ആ ശിവ, നീ സച്ചുവിൻ്റെ വീട്ടിലേക്കാണോ? മൊബൈൽ പോക്കറ്റിലേക്കിട്ട് യാമിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ കോഫിയും കുടിച്ചുകൊണ്ട് താഴേക്ക് വന്നവനെ കാണാൻ സുഭദ്രാമ്മ ചോദിച്ചു. ശിവ അമ്മയെ കടുപ്പിച്ചൊന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നു. ശിവ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ സച്ചുവിൻ്റെ അടുത്തേക്കാണോ എന്ന്? സുഭദ്രാമ്മ തെല്ലു ചൊടിയോടെ അവൻ്റെ പിന്നാലെ ചെന്നു. അമ്മയുടെ ഈ ചോദ്യം കേട്ടുകൊണ്ടാണ് യാമി റൂമിൽ നിന്നും താഴേക്ക് വന്നത്. എൻ്റെ സുഭദ്രാമേ, അതിപ്പോൾ ഇതിന് മാത്രം ചോദിക്കാനുണ്ടോ? നേരം വെളുത്ത് അന്ത്യാവളും ആ ചെക്കൻ്റെ കൂടെ നടക്കൽ തന്നെയല്ലേ രുദ്രൻ കുഞ്ഞിൻ്റെ ജോലി. അടുക്കളയിൽ ഒരു കസേരയിട്ട് ഇരിക്കുകയായിരുന്ന സരസ്വതിയമ്മ ചെറിയൊരു പുച്ഛത്തോടെ പറഞ്ഞതും ശിവയുടെ നോട്ടം അവരിലേക്കായി. സരസ്വ എപ്പോൾ വന്നു? ഇന്നലെ വന്നു. ശിവ മുണ്ടും മടക്കി കുത്തിനൊപ്പം കാര്യമായി ചോദിച്ചു. ഞാൻ ഇന്നലെ വന്നു. എന്നാൽ എൻ്റെ കുഞ്ഞെ, ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ താലി കെട്ടിയത് ഇവിടെ ആരോടും പറയാതെ മറച്ചു വെച്ചത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി കേട്ടോ. കല്യാണം താലി എന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളി എന്ന വിചാരം.
അടുത്ത് നിൽക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കി കാര്യമായി ചോദിച്ചതും ശിവ അലസമായി അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ശിവ നിൽക്ക് മോളെ, ദാ ഇതിന്നലെ നമ്മൾ പോയി വാങ്ങിച്ച വസ്ത്രങ്ങളാ. ഇവൻ്റെ കൂടെ ചെന്ന് ഇതൊക്കെ പാറുവിൻ്റെ കയ്യിൽ കൊടുത്ത് പാകത്തിന് ഷേപ്പാക്കി തരാൻ പറ. സരസ്വതി അമ്മയുടെ സംസാരത്തിൽ നിന്നുപോയ ശിവയെ കാണാൻ റൂമിലേക്ക് പോയി യാമിക്ക് വാങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുവന്ന് യാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിനൊപ്പം സുഭദ്രാമ്മ പറഞ്ഞതും ശിവ അമ്മയെ വല്ലാത്ത ദേഷ്യത്തോടെ നോക്കി. യാമയുടെ കണ്ണുകളും ശിവയിലാണ്. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആകെ 1-2 കൂട്ട് ഡ്രസ്സേ അവൾക്കുള്ളൂ. മുൻപ് നിന്നതുപോലെയാണോ? ഇനിയും മൂളി വീട്ടിൽ നിൽക്കണ്ടേ? ഒന്നുകൂടെ കൊണ്ടുപോ. എന്നിട്ട് അളവൊക്കെ എടുത്തിട്ട് ഇങ്ങ് ആക്കിയാൽ മതി. വിവാഹമൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് കുഞ്ഞോൾ ഇനി അങ്ങോട്ട് അയക്കുന്നത് ശരിയല്ല. തന്നെ നോക്കി കണ്ണുരുട്ടുന്ന ശിവയെ നോക്കി ചൊടിയോടെ തന്നെ സുഭദ്രാമ്മ കാര്യങ്ങൾ പറഞ്ഞതും സരസ്വതി അമ്മയും സുമതിയും എല്ലാം ശിവയെയാണ് നോക്കുന്നത്. അതും ഇന്നലെ രാത്രി നടന്നതിൻ്റെ ബാക്കി ഇപ്പോൾ നടക്കും എന്നൊരു ഭാവത്തിൽ. ഞാൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് തമാശയായി തോന്നുന്നുണ്ടോ? ശിവ മുറുകിയ മുഖത്തോടെ അമ്മയെ നോക്കി ചോദിച്ചു. എനിക്കൊന്നും തോന്നുന്നില്ല. നീ ഇപ്പോൾ കൂടുതൽ വാദത്തിനൊന്നും വരണ്ട. ഇവളൊന്ന് കൂടെ കൂട്ടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇവിടുന്നെടുത്ത് അവിടെ കൊണ്ടുപോയി ഇറക്കി വെക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. സുഭദ്രാമ്മ അവനെ നോക്കാതെ ഹാളിലേക്ക് തിരികെ നടന്നുകൊണ്ട് പറഞ്ഞു. സ്ഥാനമാനങ്ങൾ കൊടുത്ത് അംഗീകരിച്ചവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കൂട്ടുപോവേ കൂടെ കൊണ്ടുപോവേ എന്താന്ന് വെച്ചാൽ അവരോടങ്ങ് ചെയ്യാൻ പറ. അല്ലാതെ അത് ചെയ്തു കൊടുക്കുക ഇത് വാങ്ങിക്കൊടുക്കുക എന്നൊന്നും പറഞ്ഞാലും എൻ്റെ അടുത്തേക്ക് വിടണ്ട ആരും. ശിവയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ. കവറുമായി അവനെ നോക്കി യാതൊരു ഭാവമാറ്റമില്ലാതെ നിൽക്കുന്ന യാമയെ ഒന്ന് നോക്കി പിന്നെ അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ടവൻ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി നടന്നതും സുഭദ്രാമ്മ യാമയെ തിരിഞ്ഞു നോക്കി. നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലും മോളെ. ശിവയുടെ പിന്നാലെ തന്നെ നടന്നോ. ആ റബ്ബർ തോട്ടത്തിൽ ചിലപ്പോൾ കുടിയന്മാർ കാണും. അതാ അമ്മ അവനൊപ്പം തന്നെ പോകാൻ പറഞ്ഞത്. തിരികെ അവൻ കൊണ്ടു വിട്ടില്ലെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി. അമ്മ അബിയെയോ അജുനെയോ അയക്കാം. അല്ലെങ്കിൽ സച്ചു ഇങ്ങ് ആക്കി തന്നോളും. ശിവയ്ക്കൊപ്പം പോകാതെ നിൽക്കുന്ന യാമയെ അടുക്കള മുറ്റത്തേക്ക് ഇറക്കിക്കൊണ്ട് സുഭദ്രാമ്മ പറഞ്ഞു. യാമി ഒരു നിശ്വാസത്തോടെ ശിവ നടക്കുന്ന വഴിയെ നോക്കി. ചെല്ല് മോളെ. പിന്നെയും മടിച്ചു നിൽക്കുന്നവളെ കാണി സരസ്വതിയമ്മ കൂടെ അടുത്തേക്ക് വന്ന് പറഞ്ഞതോ യാമി ഡ്രസ്സിൻ്റെ കവറുമായി ശിവയ്ക്ക് പിന്നാലെ ചെന്നു. പാവം കുട്ടിയ സുഭദ്രാമേ. രുദ്രൻകുഞ്ഞിന് അതിനിഷ്ടമില്ലെങ്കിൽ വെറുതെ എന്തിനാ അതിനെ? സത്യം പറയാലോ, ചില നേരത്തെ കുഞ്ഞിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പോലും സഹിക്കുന്നില്ല. പറയണോ വേണ്ടോ എന്നേറെ നേരം വല്ലായ്മയോടെ ആലോചിച്ചുകൊണ്ട് സുമതി പറഞ്ഞതും സുഭദ്രാമ്മയും സരസ്വതിയമ്മയും തീർത്തും മൗനമായി മുഖത്തോട് മുഖം നോക്കി നിന്നുപോയി. ശിവ നിക്ക്, ഞാനും ഉണ്ട്. തിരിഞ്ഞു നോക്കാതെ മുന്നിൽ നടന്നു പോകുന്നവനെ അല്പം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് യാമി അവൻ്റെ അരികിലേക്ക് സ്വല്പം വേഗത്തിൽ നടന്നു. ശിവ അവളെ തിരിഞ്ഞു നോക്കിയതേയില്ല. നീ എന്തിനാ ഇങ്ങനെ മോന്തയും കനപ്പിച്ച് നടക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നത്. പിന്നെ എന്തിനാ ഈ വെയിറ്റ്? യാമി ഓടി അവനൊപ്പം എത്തിക്കൊണ്ട് ചോദിച്ചതും ശിവ നടത്തു നിർത്തി വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കി. എന്തേ? ആ നിൽപ്പും നോട്ടവും എന്തിനെന്നും മനസ്സിലാവാതെ അവൾ തിരക്കി. ദേ ഇത് അഴിച്ചു വലിച്ചെറിയാൻ ഞാൻ പറഞ്ഞപ്പോൾ അഴിച്ചു വലിച്ചെറിയുന്നതായി ഭാവിച്ചതിൻ്റെ കണ്ണിൽ പൊടിയിട്ടവളല്ലേ നീ. ആ നിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാമി അധികം ഒട്ടാൻ വരണ്ട. രാജശേഖരൻ്റെ മരുമകൾ മാത്രമായി അല്പം അകലം പാലിച്ച് തന്നെ നിന്നാൽ മതി. അവളുടെ ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിലായി കിടന്നിരുന്ന താലിമാല ചൂണ്ടുവിരലിൽ മെല്ലെ തോണ്ടി പുറത്തേക്ക് ഇട്ടുകൊണ്ടവൻ തെല്ലി ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞതോ തീരെ പ്രതീക്ഷിക്കാതെ തൻ്റെ കഴുത്തിൽ തൊട്ടറിഞ്ഞ ആ വിരൽ സ്പർശത്തിൽ യാമി ഞെട്ടലോടെ പിന്നോട്ട് നീങ്ങി നിന്നുപോയി. അതുപോലെയൊന്നും അല്ല. ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ വഴക്കിട്ട് ജീവിക്കാനൊന്നും എനിക്ക് വയ്യ. ഡിവോഴ്സ് കിട്ടിയാൽ ഞാൻ പോകും. പിന്നെ ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടായി വരികയില്ല. അവൻ്റെ സ്പർശത്തിൽ താൻ വല്ലാതെ ആയത് അവന് മനസ്സിലായി എന്നൊരു പിടപ്പോടെ യാമി അവനെ നോക്കി നിൽക്കുന്നവനിൽ നിന്നും നോട്ടം മാറ്റി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. വന്നാലും നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലാതെ നിന്നെപ്പോലൊരു നരുന്ന് പെണ്ണ് വിചാരിച്ചാലൊന്നും ഈ ശിവരത് കുലുങ്ങില്ല. അഴിഞ്ഞുപോയ മടിക്കുത്തൊന്നൂടെ മുറുക്കി കെട്ടിക്കൊണ്ടവൻ അവളേക്കാൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഓ അതൊക്കെ വെറുതെയാ രാജശേഖരൻ്റെ മോൻ ശിവരുദ്ധേ. നീയല്ല, നിന്നേക്കാൾ കടുപ്പത്തിൽ ഉറച്ചു നിന്നവരൊക്കെ ഈ ഭൂമിയിൽ നിനക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവരൊക്കെ ഞങ്ങൾ സ്ത്രീകൾ തന്നെ മുട്ടുകുത്തി. അയ്യോ! ശിവയ്ക്ക് പിന്നാലെ നടന്നുകൊണ്ടവൾ വീരവാദം പറഞ്ഞു തുടങ്ങിയതും എന്തിലോ തട്ടിത്തടഞ്ഞ് വീഴാൻ പോയതും പെട്ടെന്നായിരുന്നു. വീഴാൻ പോകുന്നവളുടെ വെപ്രാളത്തോടെ അവൾ വേഗം ശിവയുടെ തോളിൽ പിടിച്ചതും
അവനവളുടെ കൈ തണ്ടിൽ പിടിച്ച് വീഴാതെ നിർത്തി. മാമി ആദ്യം ഇങ്ങനെ തട്ടി വീഴാതെ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്ക്. എന്നിട്ട് ആലോചിക്കാം ഈ പൂ പറിക്കും ലാഘവത്തോടെ ഞങ്ങൾ ആണുങ്ങളെ മുട്ടുകുത്തിക്കാൻ. വീഴാതെ നിന്നൊരാശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ദീർഘശ്വാസം എടുക്കുന്നവളെ പാന്താനുചൂടം ഒന്ന് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും യാമി അവനെ നോക്കി ചിരിച്ചു കാട്ടി. എനിക്കതങ്ങോട്ട് നടക്കടി. പിടിച്ചു നിർത്തിയ കൈ മുന്നോട്ട് വലിച്ചു കൊണ്ടവൻ വെറുതെ ദേഷ്യം ഭാവിച്ച് മുന്നോട്ട് നടന്നു. രൂപത്തിലും ഭാവത്തിലുമൊക്കെ നീ ഏറെക്കുറെ നിന്റെ അച്ഛനെ പോലെയാ. പക്ഷേ ഈ ദേഷ്യം, എല്ലാവരെയും കടിച്ചു കുടയും പോലെയുള്ള പെരുമാറ്റം, ഇതൊക്കെ നിനക്കല്ലാതെ ലോകത്താരും മനുഷ്യന് കാണില്ല. എന്തിനാ ശിവ നിനക്കിത്ര ദേഷ്യം? മുന്നോട്ട് നടക്കെ യാമി മെല്ലെ അവനോട് ചോദിച്ചു. രൂപവും ഭാവമോ ഒന്നും നോക്കി എന്നെ ആരും വിലയിരുത്തേണ്ട. ഈ പറഞ്ഞ രണ്ടിലും നീ പറഞ്ഞ ആരെ പോലെയും അല്ല ഞാൻ. സച്ചുവിൻ്റെ വീട്ടുമുറ്റത്തേക്കുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടവൻ അലസമായി പറഞ്ഞതും ഉമ്മറത്തെ ചാരുപടയിൽ തന്നെ സച്ചു അവരെ നോക്കി ഇരിക്കുകയായിരുന്നു. ഹാ, യാമി ഉണ്ടായിരുന്നു. യാമിയെ നോക്കി ഒരു ചിരിയോടെ സച്ചു ചോദിച്ചതും യാമി അവനെ നോക്കി ചിരിയോടെ ഒന്ന് കണ്ണ് ചിമ്മി. ചായ കുടിച്ചോടാ? ചാരുപടിയിലേക്ക് കയറിയിരുന്ന ശിവയെ നോക്കി സച്ചു ചോദിച്ചു. നീ എന്നെ ചായ കുടിപ്പിക്കാനാണോ രാവിലെ തന്നെ വിളിച്ചു വരുത്തിയത്? കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ. ശിവ അലസമായി എന്ന ചെറിയൊരു ദേഷ്യത്തോടെ പറഞ്ഞു. ആ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരുത്തി 1-2 ദിവസമായി പട്ടിണി കിടക്കാമെന്ന് നീ കേട്ടില്ലേ? യാമിയെ നോക്കി കയറിയിരിക്കുക എന്നൊരാംഗ്യത്തോടെ സച്ചു പറഞ്ഞത് കേട്ട് ഒരു പതർച്ചയോടെ ശിവയെ നോക്കി യാമി. ആര്? പാറുവോ? എന്താ കാര്യം? ശിവ സംശയഭാവത്തിൽ വീടിനകത്തൊന്ന് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. പ്രേമനൈരാശ്യം. അവർക്ക് അടുത്തായി തന്നെ കസേരയിലിരിക്കുന്ന യാമിയൊന്ന് നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ അത്ര കാര്യമാക്കേണ്ടെന്നില്ല എന്നൊരു ഭാവത്തോടെ അവൻ ശിവയോടായി പറഞ്ഞു. പ്രേമമോ? ആരോട്? ശിവ ചെറിയൊരു ഗൗരവത്തോടെ ചോദിച്ചു. നിന്നോട് തന്നെ, അല്ലാതെ ആരോട്? എന്ത്? എന്നോടോ? എന്താടാ തെണ്ടി നീ പറയുന്നത്? കളിക്കഥ കാര്യം പറയാം. സച്ചു തന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണെന്ന് കരുതി സച്ചുവിൻ്റെ തോളിൽ തള്ളിക്കൊണ്ടവൻ മുരണ്ടു. എടാ, ഞാൻ തമാശ പറഞ്ഞതല്ല. അവൾക്ക് നിന്നോട് ഒടുക്കത്തെ പ്രേമമാണെന്ന്. നിന്നെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. ഞാനും നിൻ്റെ അച്ഛനും കൂടെ നിൻ്റെ ഇഷ്ടം നോക്കാതെ ഈ ഇരിക്കുന്ന നിൻ്റെ ഭാര്യയെ നിൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്നാണ് എന്നിങ്ങനത്തെ വാദകങ്ങൾ ഒത്തിരി ഉണ്ട്. യാമിക്ക് നേരെ വിരൽ ചൂണ്ടി തമാശ കളഞ്ഞൊരു കാര്യഭാവത്തോടെ സച്ചു പറഞ്ഞതും യാമി ഏറിയൊരു നെഞ്ചിരിപ്പോടെ അതിലേറെ ഇപ്പം ഇങ്ങോട്ട് വരണ്ടേയിരുന്നില്ല എന്നൊരു വല്ലായ്മയോടെ ഇരുന്നു പോയി. അച്ഛനും അമ്മയും ഇവിടെ? സച്ചു യാമയെ ചൂണ്ടിക്കാണിച്ചതും അവളെ ഒന്ന് നോക്കി അവളുടെ കണ്ണിൽ ആ പിടപ്പാത്രയും ഒരൊറ്റ സെക്കൻഡിൻ്റെ നോട്ടത്തിൽ മനസ്സിലാക്കിയതിനൊപ്പം സച്ചുനെ നോക്കി വല്ലാതെ മുറുക്കമേറിയ സ്വരത്തിൽ ചോദിച്ചു ശിവ. ഇത് കേട്ടപ്പോൾ തൊട്ട് കൂടിയതാ അമ്മയുടെ പ്രഷർ. ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ഹെൽത്ത് സെൻറ്ററിലേക്ക് BP നോക്കാൻ പോയിട്ടുണ്ട്. തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ കുറേ നോക്കി. എവിടുന്ന് മനസ്സിലാവാൻ? അതാ നിന്നെ വിളിച്ചത്. നീയാവുമ്പോൾ മനസ്സിലാവേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന് കരുതി. ചാരുപടയിൽ നിന്നിറങ്ങി അകത്തേക്ക് കടക്കുന്ന ശിവയെ നോക്കി ആ ചാരുപടയിൽ തന്നെ ഇരുന്നു കൊണ്ട് സച്ചു പറഞ്ഞതും വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോടെ വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ ശിവ കയറിപ്പോയ പാറുവിൻ്റെ റൂമിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു യാമി. ശിവ റൂമിലേക്ക് കയറിയത് കാണുന്നത് കരഞ്ഞു തളർന്ന കണ്ണും മുഖവുമായി അവനെ പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പാറുവിനെയാണ്. എനിക്ക് ശിവ അവളെ നോക്കി അല്പം സൗമ്യമായി തന്നെ പറഞ്ഞു. പാറുവിൻ്റെ കണ്ണുകൾ അവനെ നോക്കി പെയ്തു തുടങ്ങിയെങ്കിൽ തൻ്റെ അടുത്ത് നിന്നും പാറുവിൻ്റെ അരികിലേക്ക് ചെന്ന് തന്നോട് സംസാരിക്കുമ്പോൾ കാണിക്കാത്ത സൗമ്യതയോടെ സംസാരിക്കുന്ന ശിവയെ അറിയേ യാമിക്കെന്തോ അവർക്കിടയിൽ ഇനി ഉണ്ടാവുന്ന സംസാരമൊന്നും കേൾക്കാതെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നിപ്പോയി. പാറുവിൻ്റെ കണ്ണുകൾ അവനെ നോക്കി പെയ്തുകൊണ്ടേയിരുന്നു. വാ, എണീക്ക്. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. വേണ്ട, എന്നെ വഴക്ക് പറയാൻ വന്നതല്ല ശിവേട്ടൻ. പറഞ്ഞു, എത്ര വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. സിറ്റൗട്ടിലിരിക്കുന്ന തൻ്റെ ഏട്ടൻ കേൾക്കാൻ നിന്നോണം അല്പം ഉച്ചത്തിൽ അവൾ വിളിച്ചു പറഞ്ഞതും എല്ലാം കേട്ടുകൊണ്ടിരുന്ന യാമിയുടെ ഹൃദയത്തിൽ ആ വാക്കുകളൊക്കെ കൂരുമ്പായി തറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് കേൾക്ക് പാറു, നീ എണീക്ക്, വാ. അല്പമൊന്ന് മുറുകിയ സ്വരത്തിൽ എന്നാൽ സൗമ്യമായി തന്നെ ശിവയെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഏട്ടനും ശിവേട്ടൻ്റെ അച്ഛനുമൊക്കെ പറഞ്ഞിട്ടല്ലേ ആ അമ്മയെ ശിവേട്ടൻ കല്യാണം കഴിച്ചേ. അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അക്കാര്യം പറഞ്ഞെന്നെ തിരുത്താനോ ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കില്ല. മുഖം അമർത്തി തുടച്ചൊരു വാശിയോടെ പാറു പറഞ്ഞതും ശിവ മറുപടിയൊന്നും പറയാതെ അവളെ കൂട്ടി ഹാളിലെ ഊൺമേശയ്ക്കരികിൽ കൊണ്ടിരുത്തി. പക്ഷെ അതെല്ലാം കേട്ട് നിന്ന യാമിയുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു തുടങ്ങി.
അതിലേറെ അവളെ വിഷമിപ്പിക്കുന്നത് ശിവയുടെ അവളോടുള്ള പെരുമാറ്റമാണ്. സ്വന്തമായില്ലെന്ന് ഉറപ്പായിട്ടും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത പോലെ അവളുടെ ഹൃദയം വിങ്ങി. ഓ, ഒരു താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ, അതും അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത ആ അനാഥ പെണ്ണിനെ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ശിവേട്ടൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ആ കാരണങ്ങളൊന്നും എൻ്റെ ഇഷ്ടത്തെ ഇല്ലാണ്ടാക്കുകയില്ല. പക്ഷേ ആ യാമി, അവൾ ശിവേട്ടനെ ചതിച്ചതാ അല്ലേ? അന്ന് പാവം തോന്നി സഹായിച്ച ആ താലിയുടെ പേരും പറഞ്ഞ് ശിവേട്ടൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വശത്താക്കി വെച്ചിരിക്കുക ആ അസത്ത്. എനിക്കറിയാം. പാറു വല്ലാത്തൊരു ദേഷ്യത്തോടെ പറഞ്ഞതും അത്രയും നേരം ഒരു അലസഭാവത്തിൽ ഇരുന്ന് നിന്ന സച്ചു പിടച്ചിലോടെ യാമിയെ നോക്കി. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിയിരിക്കുന്നത് കാണി സച്ചു ആകെ വല്ലായ്മയോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. യാമി ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. അത് കാണാൻ സച്ചു കലിയോടെ അകത്തേക്ക് കയറിയതും കാണുന്നത് പാറുവിനെ ഇരുത്തി ഭക്ഷണം കഴിക്കുകയായിരുന്ന ശിവയെയാണ്. ഇവൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടും നീ ഇവളെ ഇരുത്തി ഊട്ടുവാണോടോ കോപ്പെ? സച്ചു കലിയോടെ ചോദിച്ചുകൊണ്ട് പാറുവിനെ തല്ലാനായി വന്നു. ആ, ആള് കഴിക്കട്ടെടാ, 2 ദിവസമായില്ലേ കഴിച്ചിട്ട്. നീ ഇവിടെ ഇരിക്ക്, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോളാം. ശിവ അവനെ പിടിച്ച് അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ടവനെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു. എന്ത് തീർക്കാൻ? 2 എണ്ണം കൊടുത്തിട്ട് അവളെ ബോധം വെപ്പിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോൾ നീ വന്നിവളെ ഞാൻ പറയുന്നില്ല. എന്തെന്നറിഞ്ഞിട്ടാടി അസത്തെ ഈ വായിലിട്ട് ചിലയ്ക്കുന്നത്? ശിവയുടെ കൈ തട്ടിമാറ്റി സച്ചു ദേഷ്യത്തോടെ പാറുവിൻ്റെ നേർക്ക് ചെന്നു. നിന്നോടല്ലേ ഞാൻ അവൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞത്. കഴിക്കട്ടെ, ഞാൻ സംസാരിക്കാം. ശിവ അല്പം ദേഷ്യത്തോടെ അവനെ പിടിച്ചു വെച്ചു. ഈ ഏട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ശിവേട്ടൻ്റെ വീട്ടുകാരെ മാത്രമല്ല, ഏട്ടനെയും കൂടെ അവൾ മിണ്ടാതിരുന്ന് കഴിക്കടി. സച്ചുവിൻ്റെ ദേഷ്യം കാണാൻ പാറു ചൂടിയോടെ പറഞ്ഞു വന്നതും ശിവയുടെ ശബ്ദം അവളെ നടുക്കിക്കൊണ്ട് ഉയർന്നു കഴിഞ്ഞിരുന്നു. അത്രയും നേരം സൗമ്യമായി പെരുമാറിയ ശിവ പെട്ടെന്ന് ശബ്ദം ഉയർത്തിയതും പാറു ഞെട്ടലോടെ അവനെ നോക്കി. സച്ചുവിനെ ഒരു തരുമ്പ് പോലും ഭയമില്ലാത്തവൾക്ക് ചെറുപ്പം മുതലേ ആ ഭയം കൂടെ ശിവയുടെ ദേഷ്യത്തിലായിരുന്നുള്ളത്. കഴിക്ക്. തീ പാറുന്നൊരു നോട്ടത്തോടെ ശിവ അവൾക്ക് അടുത്തായി തന്നെ ഇരുന്നു കൊണ്ട് ആജ്ഞാപിക്കും പോലെ പറഞ്ഞു. പിണക്കം മാറി ശിവ വന്ന് കഴിപ്പിച്ചതിലുള്ള സന്തോഷത്തിൽ അവൻ വിളമ്പി തന്നത് കഴിച്ചു കൊണ്ടിരുന്നവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നതിനൊപ്പം നെഞ്ചിരിപ്പോടെ തൻ്റെ ഏട്ടനെ നോക്കി. സച്ചു അവളെ ദേഷ്യത്തോടെ നോക്കുകയാണ്. എന്തോ തൻ്റെ അനുജത്തിയുടെ വാക്കുകൾ കേട്ട് നിറ കണ്ണുകളോടെ ഇറങ്ങിപ്പോയ യാമിയെ ഓർക്കുമ്പോൾ അവൻ ആകെ വല്ലാതെ തോന്നി. നിനക്ക് എന്നോട് എന്താന്നാ പറഞ്ഞ്? സച്ചുവിനെ നോക്കി പേടിയോടെ ഇരിക്കുന്ന പാറുവിൻ്റെ നേർക്ക് നേരെ ഇരുന്നു കൊണ്ട് ശിവ ചോദിച്ചതും പാറു കണ്ണു നിറച്ചൊരു തേങ്ങലോടെ അവനെ നോക്കി. എനിക്കിഷ്ടാ. പാറു ഇപ്പോൾ കരയും എന്ന പോലെ നോക്കി. ഇഷ്ടമെന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനെയും ഇവനെയൊക്കെ നിനക്കിഷ്ടമല്ലേ? അതുപോലെയല്ലേ? ശിവയുടെ നോട്ടം അവൾക്ക് നേരെ വല്ലാതെ കോർത്തു. പാറു പേടിയോടെ സച്ചുവിനെ നോക്കി. എന്നെ നോക്കണ്ട, പറ. ഇന്നലെ ഇന്നുമായി അച്ഛനോടും അമ്മയോടും ഒക്കെ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയില്ലേ നീ? അതുപോലെ മറുപടി പറയാം അങ്ങോട്ട്. സച്ചു അവളെ നോക്കി വെറിയോടെ പറഞ്ഞു. അവരോടൊന്നുള്ള ഇഷ്ടമല്ല എനിക്ക് ശിവേട്ടനോട്. ശിവേട്ടൻ നോട്ടം രൂക്ഷമാവുന്നത് കാണാൻ നെഞ്ചിടി പേറുന്നുണ്ടെങ്കിലും പാറു മെല്ലെ പറഞ്ഞു. ഇവരൊക്കെ നിന്നോട് പെരുമാറും പോലെയല്ലേ ഞാൻ നിന്നോടും പെരുമാറുന്നത്. പിന്നെ എന്താടി എന്നോടും മാത്രം വേറെ ഇഷ്ടം തോന്നാൻ? ഊണുമേശയിൽ ആഞ്ഞൊന്ന് തല്ലിക്കൊണ്ട് ശിവ ചോദിച്ചതും പാറു പേടിയോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി. എനിക്കിഷ്ട ശിവേട്ടനെ. വഴക്കു പറഞ്ഞോ അല്ലെങ്കിൽ തല്ലിക്കോ, എന്നാലും എനിക്കിഷ്ട ശിവേട്ടൻ. ശിവേട്ടൻ എൻ്റെയാ. പാറു മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്നെ മാത്രമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് പക്ഷേ നീ കരുതും പോലെയല്ല. കുഞ്ഞോളെങ്ങനെയാണോ എനിക്ക് അതുപോലെയാണ് നീയും. അത് നിനക്ക് തന്നെ നന്നായിട്ടറിയാം, അറിയില്ലേ? ശിവ ചോദ്യത്തോടെ അവൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അനുചേച്ചിയെ പോലെയാണോ ഞാൻ? അനിത്യയായി തന്നെ എന്നെ സ്നേഹിക്കണമെന്നുണ്ടോ? ഭാര്യ. കരഞ്ഞുകൊണ്ടാണെങ്കിലും വല്ലാത്തൊരു ചൊടിയോടെ പാറു ചോദിച്ചു വന്നതും ശിവയുടെ കൈ അവളുടെ കവളിൽ ആഞ്ഞു പതിഞ്ഞു കഴിഞ്ഞിരുന്നു. നിന്ന നിൽപ്പിൽ ഭൂഗോളം തലകീഴായി മറിഞ്ഞതുപോലെ നിലം തെറ്റി പിന്നിലേക്ക് വേച്ചു പോയി പാറു. ഒരിക്കലും ശിവ തന്നെ തല്ലുമെന്നവൾ കരുതിയിരുന്നില്ല. പെങ്ങളെ എങ്ങനെയാടി കുരുത്തം കെട്ടവളെ ഭാര്യയാക്കുന്നത്? പറയടി. ശിവ ഒരു ചീറലോടെ ചോദിച്ചതും പാറു പേടിയോടെ പിന്നിലേക്ക് ആഞ്ഞുപോയി. പെങ്ങളാവാൻ ഒരമ്മയ്ക്ക് പിറക്കണമെന്നൊന്നുമില്ല. ഇന്നീ നിമിഷം വരെ എനിക്ക് നീ പെങ്ങളാ. ഇനി അങ്ങോട്ടും അതങ്ങനെ തന്നെയാവും. അങ്ങനെ ആവൂ. വേണ്ടാത്ത ചിന്തകൾ വല്ലതും മനസ്സിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ തീരണം. അതല്ല ഇനിയും ഈ വക വർത്താനം പറഞ്ഞിട്ട് ഇവിടെ പട്ടിണി കിടക്കാനോ ഉദ്ദേശമെങ്കിൽ ശിവേട്ടൻ പെങ്ങളാണെന്ന കാര്യം അങ്ങ് മറക്കും. എന്നിട്ടിപ്പോൾ കൈക്കൊണ്ട് തന്നത്
നല്ല പാന്തം ചീഞ്ചങ്ങ് തരും ഞാൻ. മാത്രമല്ല പിന്നെ അങ്ങോട്ട് മരണം വരെ എനിക്ക് ഇങ്ങനൊരു പെങ്ങളില്ലെന്ന് ഞാനങ്ങ് കരുതും. വേണോ അത്? ശിവ കലിയോടെ ചോദിച്ചതും പാറു ചുണ്ട് വിതുമ്പിക്കൊണ്ട് വേണ്ടെന്ന് തലയനക്കി കഴിഞ്ഞിരുന്നു. ആ അതാണ്. അപ്പോൾ പാറുമോള് ശിവേട്ടൻ്റെ ആരാ പറഞ്ഞേ കേൾക്കട്ടെ? ശിവ അവളെ നോക്കി ഒരു താളത്തിൽ ചോദിച്ചു. അനിയത്തി. അടികിട്ടി ചുവന്ന് തിണർത്ത് മുഖം മെല്ലെ ഒന്ന് തുടച്ചുകൊണ്ടും പാറു മെല്ലെ പറഞ്ഞു. ആ കുറച്ചു നേരത്തെ ഒരുത്തിയെ കുറിച്ചെൻ്റെ മോളെന്തൊക്കെയോ പറഞ്ഞില്ലേ, അവളെൻ്റെ ആരാന്നാ പറഞ്ഞേ ഇനി? ശിവ മൂർച്ചയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി. പാറു തേങ്ങലോടെ സച്ചുനെ ഒന്ന് നോക്കി. സച്ചു ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നൊരു ഭാവത്തിൽ ഇരിക്കുകയാണ്. അവനെ നോക്കാതെ പാറു, എൻ്റെ അച്ഛനെയും അമ്മയും നിൻ്റെ ഏട്ടനെയൊക്കെ മാറ്റിയെടുത്ത ആ പെണ്ണ് നിൻ്റെ ശിവേട്ടൻ്റെ ആരാ? ശിവ അവൾക്കടുത്തേക്ക് താഴ്ന്നിരുന്ന് അവളുടെ കവളിൽ താൻ തല്ലിയ പാടിൽ മെല്ലെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭാര്യ. പാറു അവനെ നോക്കി വിതുമ്പലോടെ പറഞ്ഞു. അപ്പം ഏട്ടൻ്റെ ഭാര്യയെ പെങ്ങളെന്ത് വിളിക്കും? ശിവ പിന്നെയും ചോദിച്ചു. ഏട്ടത്തി. ഏട്ടത്തി. അതെ, ഇനി മോൾ സംസാരിക്കുമ്പോൾ ഏട്ടത്തിക്ക് വേണ്ട എല്ലാ ബഹുമാനവും കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ, കേട്ടോ? ശിവ അവളുടെ കവളിൽ മെല്ലെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞതും പാറു അനുസരണയോടെ തലയാട്ടി. പിന്നെ പാറൂട്ടിയെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനൊക്കെ നല്ല കിണ്ണം കാച്ചി ചെക്കന്മാർ വരും. പറ്റിയ ഒരാളെ കണ്ടെത്തിയാൽ അവന് ഞങ്ങൾ നിന്നെ കെട്ടിച്ചു കൊടുക്കും. അന്ന് നീ അവനെയും കൂട്ടി വന്ന് ഇപ്പോൾ ഈ ഏട്ടൻ ഈ തല്ലിയതിന് പകരം ഒരു തല്ല് തല്ലിക്കോ. ഓക്കെ? അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചൊരു തമാശ പോലെ പറഞ്ഞതും പാറു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സച്ചുവിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നത്. കഴിഞ്ഞോ അവളുടെ സമരം? സച്ചുവിൻ്റെ അച്ഛൻ കയ്യിലെ പേഴ്സ് ഊണുമേശയിൽ വെച്ചുകൊണ്ട് ശിവയെ നോക്കി ചോദിച്ചു. അതൊക്കെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അങ്ങ് നന്നായി അച്ഛാ. സച്ചു അച്ഛൻ വെച്ച് ആ പേഴ്സ് എടുത്ത് തുറന്നു നോക്കിക്കൊണ്ട് പറഞ്ഞതും അദ്ദേഹം അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അത് പിടിച്ചു പറക്കും തിരികെ വാങ്ങി. ഓ എൻ്റെ അമ്മോ, ഞാനൊന്ന് നോക്കിയതല്ലേ ഉള്ളൂ. സച്ചു കെറുവോടെ അച്ഛനെ നോക്കി ചോദിച്ചു. ഹാ, നോക്കി തന്നെയാ എല്ലാ കള്ളന്മാരും കാക്കുന്നത്. അച്ഛൻ അവനെ നോക്കി പറയുന്നതിനൊപ്പം ശിവയും അവൻ്റെ നെഞ്ചിൽ ചേർത്ത് നിൽക്കുന്ന പാറുവിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. നീ വല്ലതും കഴിച്ചോടാ? സച്ചുവിൻ്റെ അമ്മ ശിവയെ നോക്കി ചോദിച്ചു. ഇല്ല, ഞാൻ എടുക്കാം. പാറു ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. ശിവ ഒരു ദീർഘനിശ്വാസത്തോടെ സച്ചുവിനെ നോക്കി. എന്ത് കണ്ടിട്ടാണോ ഈ വെട്ടുപോലത്തെ നിന്നെയൊക്കെ ഇവളുമാർ സ്നേഹിക്കുന്നത്? സച്ചു മേലോട്ട് നോക്കി കൈ ഉയർത്തിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് കോലായിലേക്ക് നടന്നു. ഓ, എന്നേക്കാൾ വലിയ തരികിടയായ നിന്നെ എൻ്റെ പെങ്ങൾ സ്നേഹിച്ചില്ലേ? അപ്പോൾ പിന്നെ കാണാൻ കോലവും ബുദ്ധിയും വിവരമുള്ള എന്നെ പെൺപിള്ളേർ വിടുവോ? ശിവ അവന് പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു. അയ്യ, ഒരു വലിയ സുന്ദരം വന്നേക്കുന്നു, ഒന്ന് പോടാ, വേറെ ആരെയും കണ്ടില്ല. സച്ചു അവനെ നോക്കി പുച്ഛിച്ചു. നല്ല അപ്പവും ചിക്കൻ കറിയുമാണ്, നീ കാലത്തൊന്നും കഴിച്ചില്ലല്ലോ. സച്ചുവിൻ്റെ അമ്മ ഒരു പ്ലേറ്റിൽ ശിവയ്ക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവന്നവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ചോദിച്ചു. അമ്മേ, എനിക്കും എടുത്തോ. ശിവ കൈ കഴുകി അത് കഴിക്കാനായി തുടങ്ങിയതും സച്ചും കൈ കഴുകി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. നീ രാവിലെ കഴിച്ചതല്ലേടാ? അമ്മ ഒരു ചോദ്യത്തോടെ അടുക്കളയിലേക്ക് തന്നെ നടന്നു. നിശ്ചയം കഴിഞ്ഞ് പിന്നെ ഏട്ടനെ വിശപ്പിത്തിരി കൂടിയിട്ടുണ്ട്. ഒരു കപ്പ് കോഫിയുമായി പാറു ചൂടിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. എൻ്റെ പെങ്ങളെ കഷ്ടപ്പെടുത്താനുള്ളതല്ലേ, അതാണ്. ശിവ സച്ചുവിനെ നോക്കാതെ കയ്പ് തുടർന്നുകൊണ്ട് അലസമായി പറഞ്ഞു. ശരിക്കും ഈ ഏട്ടനോട് ശിവേട്ടൻ മിണ്ടരുത്. ശിവേട്ടൻ എന്നെ കാണുന്നത് പോലെ തന്നെയല്ലേ സച്ചുവേട്ടൻ അനുചേച്ചി കാണേണ്ടിയിരുന്നത്? എന്നിട്ട് ഈ ഏട്ടൻ പെങ്ങളെപ്പോലെ കാണേണ്ട കുട്ടിയെ പോയി പ്രേമിച്ചിരിക്കുന്നു. പാറു തെല്ലൊരു ദേഷ്യത്തോടെ പറഞ്ഞതും ശിവയുടെ പ്ലേറ്റിൽ നിന്നും അവനൊപ്പം കഴിച്ചുകൊണ്ടിരുന്ന സച്ചു ഭക്ഷണം നെറുകയിൽ കയറി ചുമച്ചുപോയി. നിക്കറിടുന്ന പ്രായം തൊട്ട് ഇവൻ എൻ്റെ കൂടെ കൂടിയത് തന്നെ എന്നെ പെങ്ങളെ വീഴ്ത്താനല്ലേടി. എനിക്ക് നീ അങ്ങനെയാണോ? നിന്നെ പെറ്റിട്ടതേ ഞങ്ങളുടെ ഈ കയ്യിലേക്കല്ലേ. അങ്ങനെ കൊണ്ട് നടന്ന നിന്നെ എങ്ങനെയാടി മോളെ നീ പറയുന്ന അത്രത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത്? ശിവ അവളെ നോക്കാതെ തന്നെ സൗമ്യമായി പറഞ്ഞതും പാറു വാടിയ മുഖത്തോടെ അവനെ നോക്കി നിന്നുപോയി. അല്ലെങ്കിലും ഈ ഏട്ടൻ പണ്ടേ കോഴിയാണ്. പാറു സച്ചുനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എടി, ഞാൻ എൻ്റെ പെണ്ണിനെ പിന്നാലെ അല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോടി? നിന്നെപ്പോലെ വെറും അട്രാക്ഷൻ്റെ പുറത്തൊന്നും തോന്നിയതല്ലേ എനിക്ക് അവളോടുള്ള സ്നേഹം. അതൊക്കെ ദേ ഇവിടെ നിന്നുണ്ടായതാ. ആ ഒരു ഇഷ്ടവും പിടപ്പമൊക്കെ മനസ്സിലാവണമെങ്കിൽ അതിനിവിടെ ഒരാൾ സ്ഥാനം പിടിക്കുക തന്നെ വേണം. നെഞ്ചിലൊന്ന് തല്ലി സിനിമ സ്റ്റൈൽ ഡയലോഗിൽ സച്ചു പറഞ്ഞതും ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ശിവ ഒരു പിടപ്പോടെ തൻ്റെ കൂടെ വന്നവളെ കുറിച്ചോർത്തുപോയി. ഡാ, അവളെവിടെ? യാമി എവിടെയെന്ന ചിന്ത വന്നതും ശിവ സംശയത്തോടെ സച്ചുവിനോട് ചോദിച്ചു. ഓ,
കൂടെ വന്ന ഭാര്യയെക്കുറിച്ച് ഇപ്പോഴാണ് എൻ്റെ മോന് ഓർമ്മ വന്നതല്ലേ. അവൾ പോയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞു. ദേ ഇവളുടെ ആദ്യത്തെ ഡയലോഗൊക്കെ കേട്ട് ഒന്ന് ഡെസ്പായിട്ട് ആൾ പോയത്. പാറുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സച്ചു പറഞ്ഞതും ശിവ പോക്കറ്റിൽ നിന്നും അവൻ്റെ ഫോണെടുത്ത് കുഞ്ഞോളെ വിളിച്ചു കഴിഞ്ഞിരുന്നു.